ദില്ലി ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവഹേളിച്ചതിൽ സംഘപരിവാർ ആശയ പ്രചാരകൻ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. ഷീജ, ഈ ടി.ജി. മോഹൻദാസിനെ അങ്ങനെ ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ ഈ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് അദ്ദേഹം ആ വിവാദ പരാമർശം നടത്തിയത്. ഇതിനെതിരെ പരാതികളൊക്കെ കൊടുത്തിരുന്നെങ്കിലും പോലീസ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും നടത്തിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത്രയും ദിവസം വേണ്ടി വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഇതിൽ എന്ത് ഇടപെടാനാണ്, ഞാനാണോ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇപ്പോൾ ഒടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അവന്തിക, കാരണം ഈ ടി.ജി. മോഹൻദാസിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള വിമർശനം, പ്രതിഷേധമൊക്കെ പല കോണിൽ നിന്നായി ഉയർന്നതിനെ തുടർന്ന് ഏറ്റവും അവസാനം ഗതികെട്ടാണ് അവർ കേരള പോലീസ് ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുന്നത് പോലും കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും. കാരണം കൃത്യമായ രീതിയിൽ ഈ പരാതി വന്നപ്പോൾ തന്നെ ടി.ജി. മോഹൻദാസ് എറണാകുളത്തുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ വിമർശനങ്ങൾക്കാണ് ഇട നൽകിയിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നായിരുന്നു ഈ വിമർശനം ആഭ്യന്തര മന്ത്രിക്ക് നേരെ അടക്കം വലിയ തോതിൽ ഉയർന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ടി.ജി. മോഹൻദാസിനെ എറണാകുളത്ത് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. രാത്രിയോടുകൂടിയായിരുന്നു വൈദ്യപരിശോധനയ്ക്കൊക്കെ ശേഷം ഇവിടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇനിയിപ്പോൾ രാവിലെയോടുകൂടിയായിരിക്കും, രാവിലെ 11 മണിയോട് അടുപ്പിച്ചായിരിക്കും ടി.ജി. മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ വളരെ മോശം രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലും വിദ്വേഷം പകർത്തുന്ന തരത്തിലുമുള്ള പരാമർശമായിരുന്നു പ്രധാനമായും ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. അതിനെതിരെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ വലിയ തോതിൽ പല കോണിൽ നിന്നായി വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. SFI ആയിരുന്നു, SFIയും AISFും ആയിരുന്നു ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതും ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നതും. ഷീജ, ഈ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇത്രയും ദിവസം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വിവാദ പരാമർശത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ ആദ്യം തന്നെ കൊടുത്തിരുന്നു, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു, എന്തുകൊണ്ടാണ് ഈ ടി.ജി. മോഹൻദാസിനെ ഇത്ര വൈകി, അല്ലെങ്കിൽ ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാൻ ഇത്രയും വൈകിയത് എന്താണെന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. തീർച്ചയായും അവന്തിക, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം കേരള പോലീസിന്റെ മൂക്കിന് കീഴിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഇത്രയും ദിവസം വൈകി എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്ന വലിയൊരു വിമർശനം എന്ന് പറയുന്നത്. കാരണം ഈ അറസ്റ്റിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത് വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. കേരള പോലീസിന് നേരെ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നു, ആഭ്യന്തരമന്ത്രിക്ക് നേരെ വിമർശനം ഉയരുന്നു. ആഭ്യന്തരമന്ത്രിയോട് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ എന്തുകൊണ്ടാണ് ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കെങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കല്ലാതെ പിന്നെ ആർക്കാണ് അതേക്കുറിച്ച് അറിയുക എന്നുള്ളതായിരുന്നു വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ രീതിയിൽ വലിയ ഒരു സംരക്ഷണം ടി.ജി. മോഹൻദാസിന് UDF സർക്കാർ ഒരുക്കി എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായും ആദ്യ ദിനം മുതൽ കഴിഞ്ഞ ദിവസം വരെയും നിലനിന്നിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിന് വഴിവെച്ചതും സർക്കാരിൻ്റെതായിട്ടുള്ള നടപടികൾ തന്നെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ഇപ്പോൾ മറ്റ് ഗത്യന്തരമൊന്നുമില്ലാതെയാണ് വിമർശനങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടൊരു സാഹചര്യത്തിൽ ഈ ഒരു അറസ്റ്റിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.